ചരിത്രപഥം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ താമസം തുടർന്നു. മർവാന്റെ സഹോദരനും പ്രമുഖ സ്വഹാബിയുമായ മക്ക ഗവർണർ അംറുബ്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയെല്ലാം ഒരുമിച്ചു കൂട്ടി ഇസ്ലാമിൻ്റെ ഉന്നമനം, പുരോഗമനം, ഐക്യം തുടങ്ങിയ കാര്യങ്ങളിലൂന്നി ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തി. ശേഷം മക്കക്കാരെ കൊണ്ട് യസീദിന് ബൈഅത്ത് ചെയ്യിച്ചു. അപ്പോഴും ഇരുവരും വിട്ടുനിന്നു. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ദിവസം മുഴുവൻ ആരാധനകളിലായി കഴിച്ചുകൂട്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകുന്നതിലും ആരാധനകളിലും കുടുംബകാര്യങ്ങളിലും വ്യാപൃതനായി. ഭരണത്തിലേറാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും എന്തുകൊണ്ടും അർഹരായിരുന്നതിനാൽ രണ്ടിലൊരാൾ ഖലീഫയായിരുന്നെങ്കിലെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു കൂടുതൽ പേർക്കും താൽപ്പര്യം. പലരും അദ്ദേഹത്തെ സമീപിച്ച് അങ്ങ് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം എന്നറിയിക്കുകയും ചെയ്തു. സന്ദേശപ്രവാഹം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണമെന്നപേക്ഷിച്ച് ഇറാഖിൽ നിന്ന് കത്തുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. വൈകാതെ അതൊരു പ്രവാഹമായി. ഏകദേശം 150 ഫയലുകൾ വരുമത്. ഒരു ഫയലിൽ ചുരുങ്ങിയത് 300 കത്തുകളുണ്ടായിരുന്നു. മൊത്തം 10,000 കത്തുകൾ. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും യസീദിനെ തള്ളിക്കളയുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. താങ്കളാണ് ഞങ്ങളുടെ ഖലീഫ. അതിനാൽ അങ്ങ് ഇങ്ങോട്ട് വരിക. ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും താങ്കൾക്ക് ലഭിക്കുന്നതാണ്. ഇതായിരുന്നു ഏകദേശം കത്തുകളുടെയെല്ലാം ഉള്ളടക്കം. കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വായിച്ചെങ്കിലും പ്രതികരിക്കുകയോ ഇറാഖ് യാത്രക്ക് തയ്യാറെടുക്കുകയോ ചെയ്തില്ല. കത്തുകളുടെ വരവ് തുടർന്നു. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ എഴുത്തുകളുടെ ശൈലി മാറി. ഭീഷണി സ്വരമായി. ചിലതിൽ താക്കീതും. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ അക്രമിയും തെമ്മാടിയുമായ യസീദിന് അധികാരം ഒഴിഞ്ഞുകൊടുത്ത് മുസ്ലിം സമുദായത്തെ അനാഥമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനിനെ അന്യാധീനപ്പെടുത്താൻ കൂട്ടുനിന്നവനാണ് താങ്കളെന്ന് കൂഫക്കാരായ ഞങ്ങൾ അങ്ങയുടെ പിതാമഹന്റെ മുന്നിൽ സാക്ഷി പറയും. കത്തിലുള്ളതു പ്രകാരം മഹ്ശറയിൽ താൻ കുറ്റക്കാരനാകുമോ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വേള ഭയന്നു. കൂഫക്കാരുടെ വാക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ പറ്റില്ലെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നതിനാൽ വസ്തുത അറിയാനായി തൻ്റെ ബന്ധുവും വിശ്വസ്തനും പിതൃ സഹോദരനുമായ അഖീലിൻ്റെ പുത്രൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് അയച്ചു. അദ്ദേഹത്തോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു തീർത്ഥാടകനെ പോലെ പോവുക. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യവും ഉണ്ടാവരുത്. ഇറാഖിലെ എല്ലാ പ്രവിശ്യകളിലൂടെയും സഞ്ചരിക്കണം. ആയിരക്കണക്കിന് കത്തുകൾ എഴുതി ഭീഷണി സ്വരത്തിൽ ക്ഷണിക്കുന്നതിൻ്റെ വാസ്തവമറിയാൻ ജനങ്ങൾക്കിടയിൽ രഹസ്യമായി അന്വേഷണങ്ങൾ നടത്തുക. കൂഫക്കാർ യസീദിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ, അതല്ല എന്നെ ഭരണാധികാരിയാക്കാൻ കാത്തിരിക്കുകയാണോ, ഞാൻ ചെന്നാൽ സംരക്ഷിക്കുമോ എന്നെല്ലാം അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. അനുകൂലമായ അന്തരീക്ഷമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇറാഖിലെത്തിയ മുസ്ലിം റളിയല്ലാഹു അൻഹു പ്രമുഖ ഗോത്രമായ ഖുസാഅത്തിൻ്റെ തലവനായ സുലൈമാൻ ഇബ്നു സൊർദുൽ ഖുസാഇയുടെ വീട് കേന്ദ്രീകരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഈ വീട്ടിൽ നടന്ന യോഗങ്ങളെ തുടർന്നായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തുകളുടെ പ്രവാഹമുണ്ടായതെന്ന് വിവരം ലഭിച്ചു. യസീദിനും ഉമവി ഖിലാഫത്തിനുമെതിരെ മരണം വരെ പോരാടുമെന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വം അംഗീകരിച്ച് ഖലീഫയായി ബൈഅത്ത് ചെയ്യുമെന്നും കൂഫയിലേക്ക് അദ്ദേഹം എത്തിയാൽ ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും സംരക്ഷിക്കും പോലെ അദ്ദേഹത്തെയും ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കുമെന്നും ഒപ്പം നിന്ന് പടപൊരുതുമെന്നും കൂഫയിലെ 18,000 യോദ്ധാക്കൾ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ കൈപിടിച്ച് ഉറപ്പു നൽകി. പരിസര പ്രദേശങ്ങളിൽ നിന്നായി യുദ്ധപാടവമുള്ള വേറെയും 40,000 പേർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ബൈഅത്ത് ചെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച കത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളും നിലവിലെ ഇറാഖിലെ ജനമനസ്സും തുല്യമാണെന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു. ഇറാഖിൽ നിലവിലുള്ള ഭരണകൂട സൈന്യത്തിന് എതിരിടാനാകുന്നതിനേക്കാൾ കൂടുതൽ യോദ്ധാക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്നതിനാൽ അദ്ദേഹം ഖലീഫയായാൽ ഇറാഖ് മുഴുവൻ വളരെ എളുപ്പത്തിൽ ഖിലാഫത്തിന് കീഴാക്കാൻ കഴിയുമെന്നും മഹാൻ ഖലീഫയാകാൻ ഒരുക്കമാണെങ്കിൽ മക്കയും മദീനയും ത്വായിഫും അടങ്ങുന്ന ഹിജാസ് പ്രവിശ്യയും പിന്തുണക്കുമെന്നും വൈകാതെ യമനും മിസ്റും ക്രമേണ ഷാമും അംഗീകരിക്കുകയും അങ്ങനെ മുസ്ലിം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഖലീഫയായി മാറുമെന്നും മുസ്ലിം റളിയല്ലാഹു അൻഹു കണക്കുകൂട്ടി. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സന്ദേശമയച്ചു. ഇനി കാത്തിരിക്കേണ്ടതില്ല.
പുറപ്പെടാവുന്നതാണ്. കൂഫ അമീർ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഈ സംഭവങ്ങൾ അറിഞ്ഞു. അദ്ദേഹം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പ്രവൃത്തി ശരിയല്ല. മുസ്ലിം ലോകം ഐക്യകണ്ഠേന യസീദിനെ ഭരണാധികാരിയായി അംഗീകരിച്ചതാണ്. അതിനെതിരായ നീക്കത്തിന് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഗോത്രത്തലവന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇതിന് കൂട്ടുനിന്നവരെ പിന്തിരിപ്പിക്കുക. അതിന് തയ്യാറായില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും. പരസ്യമായി എതിർത്താൽ നടപടി ഉറപ്പാണ്. അപ്പോൾ ഉമവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഗവർണറെ സമീപിച്ചു പറഞ്ഞു, അമീർ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ് താങ്കളുടെ ഈ അഴകുഴമ്പൻ സമീപനം. കൂഫക്കാരെ താങ്കൾക്കറിയാമല്ലോ, അവർ എന്തായാലും പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മുസ്ലിം ഇബ്നു അഖീലിനെ തടവിലാക്കുകയും അഭയം കൊടുത്തവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകും. അമീർ പ്രതികരിച്ചു, ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാത്ത ഒരു മുസ്ലിമിനെതിരെയും ആയുധമെടുക്കാൻ ഞാൻ തയ്യാറല്ല. അമീറിൻ്റെ നിലപാട് ഉടനെ കത്തുമുഖേന അയാൾ യസീദിനെ അറിയിച്ചു. നിങ്ങളുടെ അധികാരം നിലനിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇറാഖ് മുസ്ലിം സൈന്യത്തിന് കീഴിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നുഅ്മാൻ ഇബ്നു ബഷീറിനെ കൂഫയുടെ ഗവർണർ സ്ഥാനത്തു നിന്ന് നീക്കുക. അദ്ദേഹത്തെ പോലുള്ളവർ കൂഫ ഭരിക്കാൻ യോഗ്യരല്ല. അനുനയത്തിൻ്റെ ആളാണ് അദ്ദേഹം. കൂഫക്കാരോട് അനുനയം പറ്റില്ല. കാർക്കശ്യമുള്ള ഭരണാധികാരിയെ കൂഫയിലേക്ക് അയക്കുക. സന്ദേശം ലഭിച്ച ഉടൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നീക്കി യസീദ് ഉത്തരവിട്ടു. ബസ്ര ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന് കൂഫയുടെ കൂടി ചുമതല നൽകി. മുമ്പ് കൂഫക്കാരെ മെരുക്കിയ പിതാവ് സിയാദിനേക്കാൾ പല മടങ്ങ് കർക്കശക്കാരനാണ് അദ്ദേഹം. തൽക്ഷണം കൂഫയിലേക്ക് പുറപ്പെടാൻ യസീദ് കൽപ്പിച്ചു. അവിടെ എത്തിയാൽ നുഅ്മാനെ തലസ്ഥാനത്തേക്ക് അയക്കണമെന്നും മുസ്ലിം ഇബ്നു അഖീലിനെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹത്തിന് അഭയമേകിയ സുലൈമാനെ വധിക്കണമെന്നും നിർദ്ദേശിച്ചു. അച്ചടക്കത്തിനായി വേണ്ടത് ചെയ്യുക. എല്ലാ അവകാശങ്ങളും താങ്കൾക്ക് അനുവദിച്ചിരിക്കുന്നു, ഉത്തരവിൽ യസീദ് കുറിച്ചു. ഇതിനിടെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് മക്കയിലെത്തിയിരുന്നു. കൂഫക്കാരുടെ സ്ഥിതിഗതികൾ അറിയാൻ നിയുക്ത ഗവർണർ ഉബൈദുള്ള വേഷപ്രച്ഛന്നനായി കൂഫയിലേക്ക് പുറപ്പെട്ടു. ഹിജാസുകാരുടേതിന് സമാനമായ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. കണ്ണും മൂക്കും മാത്രം കാണുന്ന മുഖവസ്ത്രവും തല മുഴുവൻ മൂടിക്കെട്ടുന്ന തലപ്പാവും ധരിച്ച അദ്ദേഹത്തെ കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് വരുന്നതെന്ന് കൂഫക്കാർ കരുതി. വിവിധ ഗോത്രക്കാർ താമസിക്കുന്ന ഇടങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അവരെല്ലാം ഹുസൈനാരെ സ്വാഗതം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളുടെ മകനെ സലാമെന്ന് ആരവം മുഴക്കിക്കൊണ്ട് സ്വീകരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണമെന്ന ആഗ്രഹം ജനങ്ങളിൽ എത്രത്തോളം രൂഢമൂലമായിട്ടുണ്ടെന്നറിയാനാണ് അദ്ദേഹം ഈ തന്ത്രം പ്രയോഗിച്ചത്. കൂഫയിലെ പള്ളിക്ക് സമീപമെത്തിയപ്പോഴേക്ക് ഉബൈദുള്ളക്ക് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു. ബലപ്രയോഗമല്ലാതെ മാർഗമില്ലെന്ന് ഉബൈദുള്ള മനസ്സിൽ പറഞ്ഞു. ഗോത്ര പ്രമുഖരെ കൂഫ മസ്ജിദിൽ വിളിച്ചുകൂട്ടി ഉബൈദുള്ള പറഞ്ഞു, വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട എടുത്തുചാട്ടക്കാരായ കുറച്ച് യുവാക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ബയ്യത്ത് ചെയ്തതായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് യസീദിനെ പിന്തുണക്കാൻ നിർദ്ദേശിക്കുക. ഇല്ലെങ്കിൽ ആദ്യം വധിക്കുക അതത് ഗോത്രത്തലവന്മാരെ ആയിരിക്കും. പിന്നെ ആ ഗോത്രത്തെ ഒന്നടങ്കം നശിപ്പിക്കും. നിങ്ങൾക്ക് സിയാദിനെ അറിയാമല്ലോ. അദ്ദേഹത്തെക്കാൾ കണിശക്കാരനാണ് ഉബൈദുള്ള. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഭരണകൂടത്തിന് വഴിപ്പെട്ട് ജീവിക്കുക. സുലൈമാന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്ന മുസ്ലിം റളിയല്ലാഹു അൻഹു അറസ്റ്റ് ഭയന്ന് ഹാനി ഇബ്നു ഖൈസ് എന്നയാളുടെ വീട്ടിലേക്ക് മാറി. പുതിയ ഗവർണർ സുലൈമാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അഭയം കൊടുത്ത കാര്യം അദ്ദേഹം നിഷേധിച്ചു. തൻ്റെ മുഖത്തു നോക്കി കളവ് പറഞ്ഞ അദ്ദേഹത്തെ തൽക്ഷണം വധിച്ചു. നേതാവില്ലാതായാൽ അടങ്ങുന്ന പ്രകൃതമാണ് ചരിത്രപരമായി കൂഫക്കാരുടേത്. ഇബ്നു സിയാദ് ഇതാണ് പയറ്റിയതും. കൂഫക്കാരുടെ കൂറുമാറ്റം. മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിടികൂടാൻ ഉബൈദുള്ള തന്ത്രപരമായ നീക്കം നടത്തി. ഹാനി താമസിക്കുന്ന ഭാഗത്തേക്ക് തങ്ങളോട് ശക്തമായ കൂറുള്ളവരെ മാത്രമേ ഷിയാക്കൾ പ്രവേശിപ്പിക്കൂ എന്നതിനാൽ അദ്ദേഹത്തെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നറിയാനായി രഹസ്യാന്വേഷകരെ നിയോഗിച്ചു. പുതിയ ഭരണം തുടങ്ങാൻ സ്വാഭാവികമായും സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അതിനാൽ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്യാൻ പോകുന്നവരെല്ലാം പണവും കൂടെ കരുതാറുണ്ട്. ഇതറിഞ്ഞ ഉബൈദുള്ള 3 രഹസ്യാന്വേഷകരുടെ പക്കൽ നല്ലൊരു സംഖ്യ കൊടുത്തയച്ചു. മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്നവരെന്ന വ്യാജേന അവർ ഹാനിയുടെ സുരക്ഷാ ജീവനക്കാരനുമായി സംസാരിച്ചു. ഞങ്ങൾ അന്യനാട്ടിൽ നിന്നാണ്.
ഇമാം ഇവിടെയുണ്ടെന്നറിഞ്ഞ് ബയ്യത്ത് ചെയ്യാനും പുതിയ ഖലീഫ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകാനും വന്നവരാണ്. അത് വിശ്വസിച്ച് അംഗരക്ഷകർ അവരെ മുസ്ലിം റളിയല്ലാഹുവിനെ കാണാൻ അനുവദിച്ചു. മൂവരും അദ്ദേഹം താമസിക്കുന്ന വീടും അവിടെ നടക്കുന്ന ബയ്യത്തുകളും അംഗബലവും മറ്റും മനസ്സിലാക്കി ഉബൈദുള്ളയെ അറിയിച്ചു. ഉബൈദുള്ള കുറച്ച് പോലീസുകാരെ മുസ്ലിം റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ അയച്ചു. പക്ഷേ ഷിയാക്കൾ അവരെ അങ്ങോട്ടടുക്കാൻ സമ്മതിക്കാതെ അടിച്ചോടിച്ചു. ഉബൈദുള്ളക്കെതിരെ മുസ്ലിം റളിയല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചു. 18,000 യോദ്ധാക്കളുമൊത്ത് കൂഫ പള്ളി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവർ മസ്ജിദിന് മുമ്പിലെത്തിയപ്പോൾ പള്ളിക്കുള്ളിൽ ഉബൈദുള്ളയും അനുകൂലികളായ 30 ഗോത്രത്തലവന്മാരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മസ്ജിദിൻ്റെ വാതിലുകളെല്ലാം അടച്ച അദ്ദേഹം അവരോട് ഭീഷണി സ്വരത്തിൽ പറഞ്ഞു: വിവരമില്ലാത്ത ഇവരെ മാന്യമായ ജീവിതം പഠിപ്പിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എത്ര കഠിനമായിരിക്കുമെന്നറിയാമല്ലോ. ഇതുകേട്ട് ഗോത്ര നേതാക്കൾ തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു: മക്കളെ, വെറുതെ മരണം ചോദിച്ചു വാങ്ങരുത്. നിലവിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. നമ്മുടെ നാട് നിങ്ങളായി അരക്ഷിതമാക്കരുത്. ദയവായി നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങും. ഗോത്രപ്രമുഖരുടെ അനുനയം ഫലിച്ചു. 10,000 പേരുണ്ടായിരുന്ന സൈന്യത്തിൽ ശേഷിച്ചത് വെറും 30 ആളുകളാണ്. ബാക്കിയുള്ളവരെല്ലാം വീടുകളിലേക്ക് മടങ്ങി. ഇതാണ് ഇറാഖികളുടെ സ്വഭാവവും നിലപാടും. ഈ 30 പേരെ ഗവർണറുടെ സൈന്യം വധിച്ചു. പിടിയിലായ മുസ്ലിം റളിയല്ലാഹുവിനെ കൊല്ലാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു. അപ്പോൾ ഉബൈദുള്ള പരിഹാസത്തോടെ: രാജ്യം പിടിച്ചടക്കി ഭരിക്കാൻ വന്നവർ മരിക്കുമ്പോൾ കരയുകയാണോ? ഇങ്ങനെയുള്ളവർ വീട്ടിലിരിക്കുകയല്ലേ വേണ്ടത്? അത് കേട്ട് മുസ്ലിം റളിയല്ലാഹു പറഞ്ഞു: മരണം ഭയന്നല്ല ഞാൻ കരയുന്നത്. യുദ്ധം എനിക്ക് പുതുമയുള്ളതുമല്ല. ഇവരുടെ വാക്ക് കേട്ട് വഞ്ചിതനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹുവിനോട് ഇങ്ങോട്ട് പുറപ്പെടാൻ അഭ്യർത്ഥിച്ച് കത്തയച്ചിരുന്നു. അദ്ദേഹം പുറപ്പെട്ടതായി വിവരവും ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മഹാൻ ഇവിടെ വന്നാൽ ആ പരിശുദ്ധമായ രക്തം അക്രമിയായ ഭരണാധികാരിയാൽ ചിന്തിയേക്കും. അതൊഴിവാക്കാൻ എനിക്കൊന്നും ചെയ്യാനായില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത്. തന്നെ പിടികൂടി കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദിനോട് മുസ്ലിം റളിയല്ലാഹു അപേക്ഷിച്ചു: നിനക്ക് എന്നെ രക്ഷിക്കാനാകില്ല എന്നറിയാം. അതിലെനിക്ക് താല്പര്യവുമില്ല. വിശ്വാസി എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് നിനക്ക് ബന്ധമുണ്ടല്ലോ. അതിനാൽ തിരുദൂതരുടെ ഹക്ക് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അടിയന്തിരമായി ഒരു ദൂതനെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് അയക്കുമോ? കത്തിൽ ഇങ്ങനെ എഴുതുക: 40,000-ഓളം പേർ ബയ്യത്തും സഹകരണ കരാറും ചെയ്തിട്ടുണ്ടെങ്കിലും ഉബൈദുല്ലാഹിയുടെ ഭീഷണിക്ക് വഴങ്ങി അവരെല്ലാം കൂറുമാറിയിരിക്കുന്നു. ഇപ്പോൾ ഇറാഖിലുള്ളവർ നമുക്കെതിരാണ്. അതിനാൽ താങ്കൾ പുറപ്പെടരുത്. ഇതിനകം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കത്ത് ലഭിക്കുന്നിടത്ത് വെച്ച് തന്നെ തിരിച്ചു പോകാൻ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അയാൾ വഴങ്ങി. കത്ത് ദൂതൻ മുഖേന ഹുസൈൻ റളിയല്ലാഹുവിനെ അയച്ചു. മുസ്ലിം റളിയല്ലാഹുവിനെ ഉബൈദുള്ളയുടെ നിർദ്ദേശപ്രകാരം ഗവർണറേറ്റിന് മുകളിലേക്ക് കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് കീക്കാം തൂക്കാക്കി താഴേക്കെറിഞ്ഞു. അദ്ദേഹം തൽക്ഷണം വഫാത്തായി. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പ്രതിനിധിയായി കൂഫയിലെ അവസ്ഥകൾ അറിയാൻ മുസ്ലിം റളിയല്ലാഹു പോയത് ഒറ്റക്കാണ്. മക്കളെയോ മറ്റോ ഒപ്പം കൂട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ മുസ്ലിം റളിയല്ലാഹുവിൻ്റെ മുന്നിൽ വെച്ച് ഗവർണറുടെ സൈനികർ അദ്ദേഹത്തിൻ്റെ മകളെ വധിച്ചു എന്നത് അസത്യമാണ്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു കൂഫയിലേക്ക് പുറപ്പെട്ടപ്പോൾ മുസ്ലിം റളിയല്ലാഹുവിൻ്റെ മകളും സഹോദരങ്ങളും കൂടെയുണ്ടായിരുന്നു. തുടരും.